ഹായ് ഹലോ അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ ഇന്നത്തെ ഉച്ചക്കലത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാട്ടോ വന്നിട്ടുള്ളത്. കാലത്തെ ഓർഡറും പണികളൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാനിതാ കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട്. ഇന്ന് ഞാൻ നാടൻ കറികളാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. അറിയുന്നവരും ഉണ്ടാവും അറിയാത്തവരും ഉണ്ടാവുമല്ലോ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ഞാനത് കാണിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ വീട്ടിൽ പോയപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ. നാടൻ വാഴയ്ക്കയും പയറും ഇതൊക്കെ അവിടെ ഉണ്ടായതാണ്, മുളകൊക്കെ. അപ്പോൾ അതെല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് കേട്ടോ ഞാൻ കറി ഉണ്ടാക്കുന്നത്. അങ്ങനെ ഞാൻ എന്താ അതിനേക്കൊന്ന് തൊലിച്ചെടുക്കുകയാണ് കേട്ടോ, ഉള്ളിയും തക്കാളിയൊക്കെ. അങ്ങനെ ഉള്ളിയും തക്കാളിയും പച്ചമുളകൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ എന്താ ഒരു മൺചട്ടി അടുപ്പിലേക്ക് വെച്ച് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഇതാ ഉള്ളിയും തക്കാളിയും പച്ചമുളകൊക്കെ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തു. ഇനി അതിലേക്ക് ഇതാ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഉള്ളിയും തക്കാളിയും പച്ചമുളകൊക്കെ നന്നായി ഒന്ന് വേവട്ടെ. അപ്പോഴേക്കും നമുക്ക് ഈ വാഴക്കനൊക്കെ ഒന്ന് മുറിച്ചെടുക്കാം കേട്ടോ. വാഴക്ക കട്ട് ചെയ്ത് വെച്ചിട്ട് ഞാനിതാ അതിലേക്ക് ഒരു മുറി തേങ്ങയും കൂടി ഒന്ന് ചിരകി എടുക്കുകയാണ്. മുളക് ഞാൻ വറക്കാനാണ് കേട്ടോ, അതിനൊന്ന് നടുകീറി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ മാന്തൽ വളർത്തിട്ടുണ്ട് കേട്ടോ, അതിനൊന്ന് നേരാക്കി എടുക്കണം. പയറിന് ഞാനിതാ കട്ട് ചെയ്തിട്ട് ഉപ്പിട്ടിട്ടൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. വെന്തതിന് ശേഷം ഞാനൊന്ന് താളിച്ച് കൊടുത്താൽ മതി കേട്ടോ. കറി നമ്മുടെ ആയിട്ടില്ല കേട്ടോ. അപ്പോഴേക്കും നമുക്ക് തേങ്ങയും ഉള്ളിയൊക്കെ ഇട്ടിട്ടൊന്ന് അരച്ചെടുക്കണം. ചെറിയുള്ളിയാണ് കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിന് നന്നായി ഒന്ന് അരച്ചെടുക്കാം. കറിയിട്ട ഉള്ളിയും തക്കാളിയൊക്കെ ഇതാ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് വാഴയ്ക്ക മുറിച്ച് ഇട്ട് കൊടുക്കാം. അങ്ങനെ വാഴയ്ക്കൊക്കെ ഇതാ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. വാഴയ്ക്കൊക്കെ പിന്നെ പെട്ടെന്ന് വേവുമല്ലോ. ഇനി നമുക്ക് ഇതിലേക്ക് പാകത്തിനുള്ള പുളിയും കൂടെ പിഴിഞ്ഞൊഴിക്കണം. എന്നിട്ട് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ കറിയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് തേങ്ങ അരച്ചത് കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിന് പുളി ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണം കേട്ടോ. എന്നിട്ട് നമുക്കൊന്ന് മൂടിക്കൊടുക്കാം. കറിയൊക്കെ ഇതാ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിതാ ഉണക്കമാന്തൽ നേരാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി തിളപ്പിച്ചെടുക്കാം കേട്ടോ. പെട്ടെന്ന് വേവ് കിട്ടോ മാന്തൽ. കുറേ നേരം വെച്ചാൽ നമ്മുടെ മാന്തൽ ഉടഞ്ഞു പോകുള്ളൂ കേട്ടോ. പിന്നെ ഇതാ അതിനൊന്ന് താളിച്ച് കൊടുക്കണം. അതിന് ഞാനിതാ ഒരു ചീനച്ചട്ടിയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവയും ചെറിയുള്ളിയും കറുവേപ്പിൻ്റെ ഇട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഞാനിതാ പയറുപേരിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അങ്ങനെ ഇതാ ഉള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ഞാനിതാ ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി മുളക് പൊടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം കറിയിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. മുളക് പൊടി കരിഞ്ഞു പോകാൻ പറ്റില്ല. ഇനി നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മീൻകറിക്ക് നല്ല കളർ ഉണ്ടാവും കേട്ടോ. ഇനി നമുക്ക് ഉപ്പും പുളിയൊക്കെ ഒന്ന് ഉണ്ടോ നോക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറി. നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അങ്ങനെ കറി റെഡിയായി. ഇനി ഞാനിതാ വാഴക്കേക്ക് ഒന്ന് മുറിച്ചെടുക്കുകയാണ് കേട്ടോ, അതിനൊന്ന് വറുത്തെടുക്കാൻ. അങ്ങനെ വാഴക്കൊക്കെ ഞാനിതാ മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ മുളക് വറുക്കാൻ ഞാനിതാ അടുപ്പിലേക്ക് ഒരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് വെള്ളവും അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ മുളകിനെ അതിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ. ഇനി ഈ മുളക് അതിലെ ഉപ്പ് വെള്ളമൊക്കെ ഒന്ന് കുടിച്ച് വറ്റി വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോഴേക്കും ഞാനിതാ ഈ വാഴക്കിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കറുവേപ്പിൻ്റെ ഇല ഇട്ടിട്ട് നന്നായി ഒന്ന് തിരുമ്പി വെക്കുന്നുണ്ട്. മുളകിൽ വെള്ളമൊക്കെ ഇതാ നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മുളകിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ചട്ടിനെ ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ. അങ്ങനെ ചീൻചട്ടിയിലോട്ട് ഇതാ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി മുളകിനെയും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇതിനെ നന്നായി ഒന്ന് വറുത്തെടുത്താൽ മതി കേട്ടോ. നിങ്ങളിതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കി. നല്ല ടേസ്റ്റാണ്, എരിവൊന്നും ഉണ്ടാവുകയില്ല കേട്ടോ. അത് മുളകിലൊക്കെ ഉപ്പ് പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതൊക്കെ കഴിഞ്ഞ് ഞാനിതാ വാഴക്കനെയും കൂടി ഒന്ന് വറുത്തെടുക്കുകയാണ്. അങ്ങനെ ആ കറികളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് പാത്രം കഴുകാനൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് കഴുകിയെടുത്ത് അവിടേക്കൊന്ന് തുടച്ച് വൃത്തിയാക്കണം. ചോറ് പിന്നെ കാലത്ത് നേരത്തെ വെക്കും കേട്ടോ, മോൾക്ക് കോളേജിലേക്ക് കൊണ്ടുപോകാൻ. പിന്നെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞ് അവിടേക്കൊന്ന് തുടച്ച് വൃത്തിയാക്കി നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങളിതാ ഊണ് കഴിക്കാൻ കേട്ടോ. ഞാനൊക്കെ ഈ മോനും കൂടിയാണ് കേട്ടോ ഊണ് കഴിക്കുന്നത്.
വാഴയ്ക്കയും മീനും കൂടിയുള്ള കറിയും പിന്നെ ഇതാ നാടൻ പയറുപ്പേരിയും വാഴയ്ക്ക വറുത്തതും മുളക് വറുത്തതും കൂടിയിട്ട് ഊണ് കഴിക്കാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ആട്ടോ അതൊക്കെ കൂടെ കഴിക്കാൻ. നമ്മുടെ മീൻകറിൻ്റെ നല്ല മണം വരുന്നുണ്ട്. ഇത്രയൊക്കെ ഉള്ളൂട്ടോ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റും ചെയ്യണം കേട്ടോ. അടുത്തൊരു വീഡിയോ ഞാൻ ഇനി വരാം. എല്ലാ കൂട്ടുകാർക്കും ബൈ.